ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്നത്തെ എപ്പിസോഡിൽ. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളെയാണ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഈ വിഭാഗത്തിൽ പെടുന്നവരിൽ ഏകദേശം 5 ലക്ഷത്തിലധികം പേർ ഇതുവരെയായിട്ടും മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് അടുത്ത മാസം ജൂലൈ മുതൽ അവരുടെ റേഷൻ വിഹിതം ലഭിക്കുന്നതല്ല. ഈ കാർഡുകളിലെ ഏതെങ്കിലും അംഗങ്ങൾ മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ കാർഡ് റദ്ദാവില്ല, അല്ലെങ്കിൽ റദ്ദാവുകയും ചെയ്യും. ഒരാളെങ്കിലും മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള റേഷൻ വിഹിതം മാത്രമേ അടുത്ത മാസം മുതൽ ലഭിക്കുകയുള്ളൂ. ഈ മസ്റ്ററിംഗ് ഇതുവരെയും നടത്താത്തവരെ മാത്രം താൽക്കാലികമായി ഒഴിവാക്കിക്കൊണ്ട് ഇവരെ നോൺ കേരള റെസിഡൻറ്റ്സ്, അതായത് NRK എന്ന സ്റ്റാറ്റസ് നൽകി താൽക്കാലികമായി മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് വീണ്ടും 3 മാസത്തെ മസ്റ്ററിംഗ് അനുവദിച്ചേക്കും. അത് കഴിയുകയാണെങ്കിൽ നിശ്ചയമായും പൂർണ്ണമായും ഇവരെ ഒഴിവാക്കാനാണ് തീരുമാനം. മുമ്പ് പലവട്ടം മസ്റ്ററിങ്ങിന് വേണ്ടി സമയം നീട്ടിക്കൊടുത്തു എങ്കിലും പലരും ഇതുവരെയും മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല. അതാണ് നേരത്തെ സൂചിപ്പിച്ച 5 ലക്ഷത്തിലധികം പേരാണ് ഇത് ചെയ്യാതിരിക്കുന്നത്. എല്ലാ സപ്ലൈ ഓഫീസർമാർക്കും ഈ കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. 3 മാസം സാവകാശം നൽകുന്നതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട റേഷനിംഗ് ഇൻസ്പെക്ടർമാർ അന്വേഷണം നടത്തുകയും മസ്റ്ററിംഗ് നടത്താത്തവർക്ക് പ്രത്യേക മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും എന്ന് അറിയുന്നുണ്ട്. നോട്ടീസ് നൽകാനും സാധ്യതയുണ്ട്. മസ്റ്ററിംഗ് നടത്താൻ നിലവിൽ 1,44,00,000 ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്നു. അതിൽ 96.48% പേർ മാത്രമാണ് മസ്റ്ററിങ്ങിന് എത്തിയത്. കിടപ്പ് രോഗികളെയും ഗുരുതര രോഗം ബാധിച്ചവരെയും മസ്റ്ററിംഗ് നടത്താൻ സാധിക്കാത്തവരെ പട്ടികയിൽ നിന്നും ഉൾപ്പെടുത്താൻ സാങ്കേതിക നടപടികൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇവർക്ക് മാത്രമാണ് ഈ മസ്റ്ററിംഗിൽ നിന്നും എക്സംഷൻ ഉണ്ടാവുക. അത്തരക്കാർ ഏകദേശം 9 ലക്ഷത്തോളം പേർ ഉണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ കണക്ക്. അവരെ മാത്രം റേഷനിങ് നൽകുന്നവരുടെ കൂട്ടത്തിൽ നിലനിർത്തി മറ്റുള്ളവരെ ഒഴിവാക്കുക എന്ന് തന്നെയാണ് സർക്കാർ പൂർണ്ണമായും ഉദ്ദേശിക്കുന്നത്. കാരണം ഈ മഞ്ഞ, പിങ്ക് കാർഡ് ഉള്ളവർ എന്തുകൊണ്ടാണ് ഇനിയും മസ്റ്ററിങ്ങിന് പോകാത്തത് എന്നുള്ളത് സംബന്ധിച്ച് സർക്കാരിന് ഇപ്പോഴും സംശയമുണ്ട്. കാരണം ഇവർ ഇതിന് അർഹത ഇല്ലാത്തവർ ആണോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടുക. അർഹത ഉണ്ടെങ്കിൽ തീർച്ചയായും മസ്റ്ററിംഗ് നടത്താൻ പോകുമായിരുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം മാറി നിൽക്കുന്നവരും ഉണ്ടാകാം. എന്തായാലും ഓർക്കുക, നിങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. ഈ മസ്റ്ററിംഗ് നടത്താത്ത മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകൾക്ക് റേഷൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് വരാൻ പോകുന്നത്.